TP വധക്കേസ് കുറ്റവാളികൾക്ക് ജയിലിൽ ലഹരി വിൽപ്പനയെന്ന റിപ്പോർട്ട് പുറത്ത്. കൊടിസുനിയും കിർമാണി മനോജും ലഹരി വിൽപ്പനയുടെ കണ്ണികളെന്നും റിപ്പോർട്ട്. കൊടിസുനി ജയിലിൽ നിരന്തരം അച്ചടക്ക ലംഘനം കാട്ടിയെന്നും റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊടിസുനിയെ തവനൂർ ജയിലിലേക്ക് മാറ്റിയത്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? നീലിമ, ഈ റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ വന്നതാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊടും ക്രിമിനലായ കൊടിസുനിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തവനൂർ ജയിലിലേക്ക് മാറ്റിയത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അതായത് ജയിലിനകത്തും പുറത്തും ലഹരി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിന് പുറമെ കൊടിസുനിയും സംഘവും ജയിലിന് ഉള്ളിൽ ഉൾപ്പെടെ അത് വിൽപ്പനയും നടത്തുന്നുണ്ട് എന്ന് ഈ ജയിൽ അധികൃതർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, ജയിലിനകത്തും സ്ഥിരം കൊടിസുനിയും സംഘവും തലവേദനയായിരുന്നുവെന്നും ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൊടിസുനി, കിർമാണി മനോജ്, അതുപോലെ തന്നെ മറ്റൊരു ക്രിമിനലായ ബ്രിട്ടോ, ഇവർ മൂന്നുപേരും ചേർന്നാണ് ജയിലിനകത്തും പുറത്തുമുള്ള ഈ ലഹരി കച്ചവടം നിയന്ത്രിച്ചിരുന്നത്. മാത്രമല്ല, കൊടിസുനിക്കെതിരെ നേരത്തെ ഉയർന്നു വന്ന ഗുരുതരമായ കണ്ടെത്തൽ ജയിലിനകത്തും പുറത്തും കൊട്ടേഷൻ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അതിന് തൊട്ട് പുറമെയാണ് ഈ ഒരു റിപ്പോർട്ടും കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വന്നിട്ട് കൂടി എന്തിനാണ് ഇവരെ വിടുതൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജയിൽ വകുപ്പ് അത് തന്നെയാണ് സംശയം. ഇത്രയധികം കൊടും കുറ്റവാളികളെ വീണ്ടും ചേർത്ത് പിടിക്കുകയാണ് സംസ്ഥാന സർക്കാരും സംസ്ഥാന ആഭ്യന്തര വകുപ്പും. വിവരങ്ങളാണ് മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്നും പങ്കുവച്ചത്.